ഒരു മനുഷ്യനോട് നമുക്ക് വല്ലാണ്ട് സ്നേഹവും കാരുണ്യമൊക്കെ തോന്നപ്പോഴാണെന്നറിയോ? തൊട്ടടുത്ത നിമിഷം ആ മനുഷ്യൻ ഈ ലോകത്തുണ്ടാവില്ല എന്ന് നമുക്കുറപ്പാകുമ്പോൾ, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം ആ മനുഷ്യൻ നമ്മളോടൊപ്പം ഈ ലോകത്തുണ്ടാവില്ല എന്ന് നമുക്കുറപ്പാകുമ്പോൾ, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാം ഡോക്ടർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനോട്, ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന മനുഷ്യനോട് പിന്നീട് നമുക്ക് തോന്നുന്നത് വല്ലാണ്ട് സ്നേഹമായിരിക്കും. പിന്നീട് ആ മനുഷ്യൻ നമ്മളോട് ദേഷ്യപ്പെട്ടതോ ഉച്ചത്തിൽ സംസാരിച്ചതോ വഴക്കിട്ടതോ ഒന്നും നമ്മുടെ മനസ്സിലേക്ക് വരില്ല. ആ മനുഷ്യനോട് തോന്നുന്നത് വല്ലാണ്ട് കാരുണ്യമായിരിക്കും. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ആരൊക്കെ നാളത്തെ ദിവസം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും? ഇന്ന് ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച കൂട്ടുകാരിൽ ആരൊക്കെ നാളത്തെ ദിവസം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും? ഈ ലോകത്ത് ഉറപ്പ് പറയാൻ കഴിയാത്തൊന്നുണ്ടെങ്കിൽ അതിലൊന്ന് മനുഷ്യരാണെന്നേ. അതുകൊണ്ട് ഈ മനുഷ്യരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അവരിങ്ങനെ ചേർത്ത് പിടിക്കാന്നേ, അവരിങ്ങനെ സ്നേഹിക്കാന്നേ. ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞ് പ്രിയ സുഹൃത്തിന് കണ്ണീരോടെ യാത്രാമൊഴി എന്ന് ഫ്ലെക്സ് വെച്ചിട്ട് അതിന് താഴെ നീല ബാക്ക്ഗ്രൗണ്ടിൽ വെളുത്തക്ഷരത്തിൽ സുഹൃത്തുക്കൾ എന്ന് വെറുതെ പേരെഴുതി വെക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അവരെ ഇങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത്. ഇവരൊക്കെ മരിച്ചു കിടക്കുമ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത്, എൻ്റെ പ്രിയ സഹോദരൻ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി എന്ന് വെറുതെ കണ്ണുപൊട്ടുന്ന നുണ പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത്. തോളിൽ കൈയിട്ട് നടന്നവന് ഒരാവശ്യം വരുമ്പോൾ അവഗണിക്കുന്നവനല്ല സുഹൃത്ത്, ഒരാവശ്യം വരുമ്പോൾ പരിഗണിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്.